രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയാണ്. ഈ പ്രശ്നത്തിന്റെ നടുവിലാണെങ്കിലും, ഈ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ ഒക്കെ നടുവിലാണെങ്കിലും, ഈ അസ്വസ്ഥയുടെ നടുവിലാണെങ്കിലും പുള്ളിക്ക് സമാധാനം. ഇവിടെ ഹൃദയത്തിലേക്ക് ദൈവവചനം പോലും ചില സമയത്ത് കേറില്ല. കാരണം കാതുകൾ അടഞ്ഞുപോയി. അപ്പൊ ഇവർക്ക് വേണ്ടി, ഇങ്ങനെ ബന്ധനാവസ്ഥയിൽ കിടക്കുന്നവർക്ക് വേണ്ടി സഭ ചെയ്യേണ്ട ഒരു കാര്യം അതിന് എഴുതി വെച്ചിരിക്കുകയാണ്. കുടുംബത്തില് ഒരു വ്യക്തി അങ്ങനെ ഉണ്ടോ, ജീവിത പങ്കാളി അങ്ങനെയാണോ, ബാക്കിയുള്ളവർ ചെയ്യേണ്ട കാര്യം പറഞ്ഞിരിക്കുന്നത് അവരെല്ലാം തീഷ്ണതയോടെ ഈ മകന് വേണ്ടി, ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴൊന്നും ഇല്ല, ഒരു എളുപ്പഴി വചനം പറയില്ല. ഏത് ബന്ധനത്തിലാണോ കിടക്കുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ സഹനമെടുത്ത് സഭ മുഴുവനും, ആ കൂട്ടായ്മ മുഴുവനും ഈ പത്രോസിന് വേണ്ടി, ബന്ധനത്തിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി നിലവിളിച്ച് സഹനമെടുത്ത് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഒരു സൈഡിൽ പ്രാർത്ഥന നടക്കുക, മറു സൈഡിൽ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുക, ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് അച്ഛൻ പറയാൻ പോകുന്ന കാര്യം. നിങ്ങളുടെ സ്വപ്നങ്ങളെ സ്വർഗത്തിന് യാഥാർത്ഥ്യമാക്കി ജീവിതത്തിൽ തരാൻ പറ്റും. ഇനി പരസ്യ വിചാരണത്തിന് പുറത്തു കൊണ്ടുവരാൻ ഹേരോദോസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി ചില കാര്യങ്ങള് ഈ തടവറയിൽ അരങ്ങേറുകയാണ്. തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതരായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയാണ്. പിന്നെ പത്രോസിനൊരു ഗുണമുണ്ട്. എങ്ങനെയാണെങ്കിലും, അത് ജയിലിലാണെങ്കിലും, അതിപ്പോ ഈ പ്രശ്നത്തിന്റെ നടുവിലാണെങ്കിലും, ഈ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ ഒക്കെ നടുവിലാണെങ്കിലും, ഈ അസ്വസ്ഥയുടെ നടുവിലാണെങ്കിലും പുള്ളിക്ക് സമാധാനം ഉണ്ടായിരുന്നു. നമുക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായ സമാധാനം പോകും. രാത്രിയിലത്തെ ഉറക്കമില്ലാത്തപ്പോ എന്തോരം പേരായിരുന്നു തിരിക്കുന്നത്. ഉറങ്ങിയിട്ട് അത്ര നാളായെന്ന് അറിയാവോ? കണ്ണടച്ചാൽ അത്, കണ്ണ് തുറന്നാൽ ഈ പ്രശ്നം, ഉറങ്ങാൻ കിടന്ന ഇത് തന്നെ തലയ്ക്കത്ത്. അച്ഛാ ഉറക്കം പോലും ഇല്ല, ഉറക്കം പോലും നഷ്ടപ്പെട്ടു. പത്രോസിന്റെ ഒരു ഗുണമുണ്ട്. കാരണം എന്താണെന്നറിയോ പ്രിയപ്പെട്ടെ, ഇവിടെ ഒരാൾക്ക് ഈ പ്രശ്നത്തിന്റെ നടുവിൽ മുഴുവനും ഉറങ്ങാൻ പറ്റണമെങ്കിൽ അതിനെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ സമാധാനം സൂക്ഷിക്കണോ, ദൈവത്തോട്, ദൈവാത്മാവിനോട് ഒരു ഐക്യം നിനക്ക് സൂക്ഷിക്കാൻ പറ്റണം. അത് നല്ല ഉദാഹരണമുണ്ട്. ഈശോ ലൂക്കായുടെ 4-ാം അധ്യായമായി നമ്മൾ കാണുന്നുണ്ട്. ഈശോ അമരത്ത് തല ചായ്ച്ച് സുഖമായിട്ട് ഉറങ്ങി. അപ്പൊ ഭയങ്കര കാറ്റും കോളും ഇങ്ങനെ അടിക്കുക, ആഞ്ഞടിക്കുക, തോണി ഇങ്ങനെ ആടി ഉലയുക. അപ്പോസ്തലന്മാര് പഠിച്ച പണി 18 നോക്കി ഇവരെ ഒന്ന് നേരെ നിർത്താനാണ്. അവസാനം മനസ്സിലായി ഇവ 5 മുങ്ങാൻ പോവാന്ന്. അപ്പോസ്തലന്മാർക്കുണ്ടായ ഭയങ്കരമായ പ്രതീക്ഷിക്കാത്ത ഒരു തിരമാലയും കാറ്റും കോളും ഈ ബോട്ടിനെ പിടിച്ചുകൊണ്ട് വലയ്ക്കും. ഇവര് അന്നത്തെ ബോട്ടാണ്, ഇന്നത്തെ പോലെ വലിയ സെറ്റപ്പ് ബോട്ടൊന്നുമല്ല, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ബോട്ടൊന്നുമില്ല. ചെറിയ വലിയ ഈ പായ്ക്കപ്പല് പോലത്തെ ചെറിയ ഇങ്ങനെ കാറ്റിന്റെ ദിശയ്ക്ക് പോകുന്ന സാധനമായിരിക്കും. അതിന്റെ അമരത്ത് കർത്താവ് കിടന്നുറങ്ങുക. അതുപോലെ കാറ്റും കോളും ജീവിതമാകുന്ന നൗകയിൽ ആഞ്ഞടിച്ചിട്ടും കർത്താവ് ശാന്തമായി, വചനം പറയാ, കർത്താവ് കൂളായിട്ട് അവിടെ കിടന്നുറങ്ങി. സ്വലന്മാരാണെങ്കിൽ പ്രശ്നം വന്നപ്പോ അസ്വസ്ഥപ്പെട്ടിട്ട് ആകുലപ്പെട്ടിട്ട്, അയ്യോ ഇനിയിപ്പോ എന്നാ ചെയ്യും, നമ്മളൊക്കെ ചാകാൻ പോവാണല്ലോ, ഈ പുള്ളി സുഖമായിട്ട് കിടന്നുറങ്ങുള്ളൂ, നമ്മൾ ഉറക്കാൻ കളഞ്ഞിട്ട് പുള്ളി കിടന്നുറങ്ങുക എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കുത്തിപ്പോക. അതെ, എഴുന്നേക്ക്, ചാടി എഴുന്നേക്ക്, ഒക്കെ ചാകാൻ പോവാ, എല്ലാം തീരാൻ പോവാ, അപ്പോഴാണ് ഈ കിടന്ന് എല്ലാം അവസാനിക്കാൻ പോവാ, എഴുന്നേക്ക് എന്ന് പറഞ്ഞ് കർത്താവിനെ തള്ളി എഴുതി. ഗുരു കാണുന്നില്ലേ, നമ്മളോ ഒന്നടങ്കം നശിക്കാൻ പോവുക. അപ്പോഴും കർത്താവ് ശാന്തമായി അമരത്ത് തലവെച്ച് കിടന്നുറങ്ങിയ. അതിന് കാരണം പിതാവുമായി ആത്മാവിൽ ഒരൈക്യം എപ്പോഴും നിലനിർത്താൻ യേശുവിനെ പറ്റി. ഏത് പ്രശ്നത്തിന്റെ പ്രതികൂലത്തിന്റെ നടുവിലും നിന്റെ അപ്പനോടൊരു ഐക്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, ആത്മാവിൽ ദൈവത്തോട് ഐക്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, പ്രിയപ്പെട്ട നിന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ, ജീവിതത്തെ അത് കുലുക്കാൻ ഒരിക്കലും പറ്റില്ല. നീ ശാന്തമായിട്ട് ഉറങ്ങും. ചിലർക്ക് എന്താ ചിലർക്ക് പിന്നെ വേറെ ഒരു പ്രശ്നമുണ്ട്. ചിലർക്ക് ഉറക്കത്തിന്റെ ചില ദുരാത്മാവുണ്ട്. അതേക്കുറിച്ചല്ല അച്ഛൻ, അവർക്കിപ്പോ എന്താണെങ്കിലും ഉറങ്ങും. അവര് രാവിലെ ഉറങ്ങും, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങും, വൈകിട്ട് ഉറങ്ങും. അത് അലസതയുടെ ദുരാത്മാവാണ്. അതേക്കുറിച്ചല്ല അച്ഛൻ പറഞ്ഞത്. ജീവിതത്തിന്റെ അതുപോലെ സങ്കീർണമായ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ജീവിതത്തിന്റെ കൊടുങ്കാറ്റ് അനുഭവത്തിന്റെ നടുവിലും ഒരു സമാധാനം, ഒരു ശാന്തത പാലിക്കാൻ ജീവിതത്തിൽ പറ്റണമെങ്കിൽ അവന് ദൈവത്തോട് കൃത്യമായ ആത്മാവിൽ ഐക്യമുണ്ടാകണം.